പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്, നിങ്ങൾ ചിലർക്കെങ്കിലും തോന്നുന്നുണ്ടാവും നിങ്ങൾ മാനിഫെസ്റ്റേഷൻസിൻ്റെ എല്ലാ ടൂൾസും യൂസ് ചെയ്യുന്നുണ്ട്, എല്ലാം വളരെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്, റിച്വൽസ് എല്ലാം അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, വിഷ്വലൈസേഷൻ ചെയ്യുന്നുണ്ട്, എന്നിട്ടും നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻസ് നടക്കാത്തതുപോലെയും നിങ്ങൾ വിചാരിക്കാത്ത ചില പേർക്ക് മാനിഫെസ്റ്റേഷൻസ് നടക്കുന്നതായിട്ടും നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമായിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഷോക്കിംഗ് ട്രൂത്താണത്. ആക്ച്വലി എല്ലാ മിനിറ്റിലും മാനിഫെസ്റ്റേഷൻസ് നടന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഫിയേഴ്സ് ആണ് വി ആർ മാനിഫെസ്റ്റിംഗ്. പക്ഷേ നമ്മുടെ ഡിസയേഴ്സ് അല്ല. സബ് കോൺഷ്യസ് മൈൻഡിലുള്ള പേടികളാണ് നമ്മൾ എപ്പോഴും മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് യഥാർത്ഥമായിട്ട് നടക്കുന്ന കാര്യം. നമ്മുടെ ലൈഫിലുള്ള എല്ലാ ഏരിയാസും, അതായത് ഹെൽത്ത്, വെൽത്ത്, റിലേഷൻഷിപ്പ്, കരിയർ, മണി, ഈ എല്ലാ ഏരിയാസും നമ്മൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാം ചെയ്ത് വെച്ചതിനനുസരിച്ചിട്ടാണ് മാനിഫെസ്റ്റേഷൻസ് നടക്കുന്നത്. കോൺഷ്യസ് മൈൻഡിൻ്റെ ചിന്തകളെ റീപ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഒരു ഓട്ടോ പൈലറ്റ് മോഡിൽ നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും മാത്രം നമ്മൾക്ക് മാനിഫെസ്റ്റേഷൻ നടക്കുന്നതായിരിക്കും. നമ്മളുടെ ഫിയേഴ്സിനെ നമ്മൾ ഇല്ലാതാക്കാൻ ശ്രമിക്കണം. അതിനാണ് റീപ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ഒരു ഓട്ടോ പൈലറ്റ് മോഡിൽ നമുക്ക് മാനിഫെസ്റ്റേഷൻ സാധ്യമാകുക എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ 95% ഓഫ് സബ് കോൺഷ്യസ് മൈൻഡാണ്. നമ്മുടെ മൈൻഡിൻ്റെ ഒരു 95% സബ് കോൺഷ്യസ് മൈൻഡാണ്. അപ്പോൾ എന്തെല്ലാമാണോ നമ്മൾ നോർമലായിട്ട് ചിന്തിക്കുന്നത് അതാണ് ആക്ച്വലി അതായത് നമ്മുടെ കോൺഷ്യസ്ലി നമ്മൾ എന്താണോ നോർമലായിട്ട് ഒരാൾ ചിന്തിക്കുന്നത് അതാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പ്രോഗ്രാം ചെയ്ത് വെക്കുന്നതും അത് മാത്രമാണ് ഇപ്പോൾ നമുക്ക് മാനിഫെസ്റ്റേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഐ എം അബണ്ടൻറ്റ് എന്ന് നമ്മൾ അഫർമേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാം നമ്മൾ കോൺഷ്യസ് ആയിട്ട് ഐ എം അബണ്ടൻറ്റ് എന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ ചിന്തിക്കുന്നതും അല്ലെങ്കിൽ ഒരു ദിവസം മുഴുവൻ ഈ ഒരു അഫർമേഷൻ പറഞ്ഞതിന് ശേഷം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഐ എം സ്ട്രഗ്ലിങ്, എനിക്കിന്ന് ലോൺ അടയ്ക്കാൻ പൈസയില്ല, അല്ലെങ്കിൽ EMI കെട്ടാൻ പൈസയില്ല, അല്ലെങ്കിൽ ആ ബില്ലടയ്ക്കണം, ഈ ബില്ലടയ്ക്കണം, അല്ലെങ്കിൽ ഇതിന് കാശില്ല, അതിന് കാശില്ല എന്നല്ല, മണിയെക്കുറിച്ചിട്ടുള്ള സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ഉള്ളിൽ ഓടിക്കൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അതിനനുസരിച്ച് റീപ്രോഗ്രാം ചെയ്തിട്ട് ആ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. സോ നമ്മൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ ഒരു ഫോഴ്സ് ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ നടത്താതെ നമുക്കൊരു ഓട്ടോ പൈലറ്റ് മോഡിൽ എങ്ങനെ നമ്മൾക്ക് ഒരു 3 സ്റ്റെപ്പ് വെച്ചിട്ട് നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യാം എന്നുള്ളതാണ് അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത്. സോ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾക്കൊരു ഗോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് നമ്മുടെ അറ്റൻഷൻ എപ്പോഴും ഒരു ദിവസം കൊണ്ടുവരിക എന്നുള്ളത്. കൂടുതൽ സമയങ്ങളിൽ നമ്മളുടെ അറ്റൻഷൻ നമ്മുടെ ഗോളിലേക്ക് നമ്മൾ പക്ഷേ ഫോഴ്സ് ചെയ്തിട്ട് നമ്മൾ മാനിഫെസ്റ്റേഷന് വേണ്ടിയിട്ട് ഒരു റെസിസ്റ്റൻസോട് കൂടിയിട്ട് പ്രാക്ടീസുകൾ ചെയ്യാതെ നമ്മൾ ഇമോഷൻസിനെ ബൈപ്പാസ് ചെയ്യാതെ നമ്മൾക്ക് നെഗറ്റീവ് ഇമോഷൻസ് വരും. അതിൻ്റെ അർത്ഥം നമ്മൾ നെഗറ്റീവാണ് എന്നല്ല. നമുക്ക് നെഗറ്റീവ് ചിന്തകൾ വരുമ്പോഴും നമ്മൾ ഒരുപാട് ഫോഴ്സ് ചെയ്യാതെ നമ്മൾ ഒരുപാട് നമ്മളുടെ മൈൻഡിനെ റെസിസ്റ്റ് ചെയ്യാൻ വിടാതെ നമ്മളുടെ ഗോൾസിലേക്ക് അറ്റൻഷൻ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. അതായത് നമ്മൾ നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ നമ്മൾ ക്യാൻസൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചിന്തകളെ നമ്മൾ എന്തിലേക്കാണോ നമ്മൾക്ക് കൂടുതൽ അറ്റൻഷൻ കൊടുക്കേണ്ടത് ആ ഒരു കാര്യത്തിലേക്ക് അറ്റൻഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു ദിവസത്തിൽ നമുക്ക് ഫസ്റ്റായിട്ട് ചെയ്യേണ്ടത്. സോ ബ്രിങ് യുവർ അറ്റൻഷൻ ടു ദോസ് തിങ്സ് ദാറ്റ് യു വാണ്ട് ആക്ച്വലി ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ലൈഫിൽ എന്താണോ നിങ്ങൾക്ക് ശരിക്കും ആവശ്യമുള്ളത് ആ കാര്യത്തിലേക്ക് കൂടുതലായിട്ട് അറ്റൻഷൻ കൊണ്ടുവരിക, അതിനുള്ള ആക്ഷൻസ് എടുക്കുക, അതിനുള്ള അഫർമേഷൻസ് നമ്മൾ നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കേണ്ടത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിഷ്വലൈസേഷൻ വിത്ത് ഇമോഷൻ. അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് അറിയില്ല ഇത് സത്യമായിട്ടുള്ള കാര്യമാണോ അതോ നമ്മൾ ഇമാജിൻ ചെയ്യുകയാണോ എന്നുള്ളത്. അപ്പം നമ്മൾ കോൺഷ്യസ്ലി വി ഹാവ് ടു വിഷ്വലൈസ് ദ എൻഡ് റിസൾട്ട്. ആ ഗോൾ നടന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന എൻഡ് റിസൾട്ട് നമ്മളുടെ ഇമോഷൻസിലൂടെ, നമ്മളുടെ ഫീലിങ്സിലൂടെ, നമ്മുടെ തോട്ട്സ് നമ്മൾ എക്സ്പ്രസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ഒരു ഫോൾസ് ഇത് കൊടുക്കുകയാണ് നമ്മൾ. ഓക്കെ, ഇത് നടന്നു കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇങ്ങനെ ആയിരിക്കുമെന്ന് നമ്മൾ കോൺഷ്യസ്ലി ചെയ്യുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് ബിലീവ് ചെയ്യുന്നത് അത് ഓൾറെഡി നടന്നു കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഒരു ഹാപ്പി എക്സ്പ്രഷനാണ് ഈ ഞാൻ കാണിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഒരു ഇന്നർ ചൈൽഡ് കാണിക്കുന്നത് എന്ന് സബ് കോൺഷ്യസ് മൈൻഡ് വിചാരിക്കുകയാണ് അവിടെ. നമ്മൾ ഗോൾസ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നമ്മൾ
ബിഹേവ് ചെയ്യുക എന്നുള്ളത് നമ്മൾ പ്രീവിയസ് ആയിട്ട് തന്നെ നമ്മൾ ഒരു ഇൻജെക്റ്റ് ചെയ്യുകയാണ് സബ് കോൺഷ്യസ് മൈൻഡിന്. ഇതെല്ലാം, അതായത് ആ ഒരു ഹാപ്പിനെസ്, ആ ഒരു ഫീലിങ്സ്, ആ ഒരു തോട്ട്സ്, ആ ഒരു ഇമോഷൻസ്, ഇതെല്ലാം നിങ്ങളുടെ വിഷ്വലൈസേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൊണ്ടുവരേണ്ടതാണ്. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. സോ തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെർവസ് സിസ്റ്റം റെഗുലേഷൻ. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ നമ്മളുടെ ബോഡി അതിന് തയ്യാറല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നെർവസ് സിസ്റ്റംസ് വീക്കാവാൻ തുടങ്ങും. അതോടൊപ്പം തന്നെ നമുക്ക് ഡൗട്ട് വരും, ആൻസൈറ്റി, ഡിപ്രഷൻ. അതായത് നമ്മൾ വലിയൊരു കാര്യം, നമ്മൾ ഇപ്പോൾ ഉണ്ടായിരുന്ന ഐഡൻറ്റിറ്റിയിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു കാര്യം നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ആ സമയത്ത് നമ്മളുടെ മനസ്സും ശരീരവും അതിന് പാകപ്പെട്ടിരിക്കണം. അപ്പോൾ അങ്ങനെ ഉള്ള സമയങ്ങളിൽ അതിനും പാകപ്പെട്ടിട്ടില്ല നമ്മുടെ ശരീരവും മനസ്സും എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കൂടുതലായിട്ടുള്ള അസുഖങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. തലവേദന വരും. ചിലവർക്ക് ഈ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ചെയ്തിട്ട് അത് നടക്കാൻ പോകുമ്പോൾ ചില ബോഡി പെയിനും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മാറുന്നതിനായിട്ട് നമ്മൾ ചെറിയ ചെറിയ പ്രാക്ടീസുകൾ, നമ്മുടെ മൈൻഡിനെ കാം ചെയ്യാനായിട്ടുള്ളത് ഹോപ്പോണോപ്പോണോ, EFT ടാപ്പിംഗ്, പിന്നെ മെഡിറ്റേഷൻ, സൈലൻസിലിരിക്കുക, പിന്നെ ഹോപ്പോണോപ്പോണോ പോലുള്ള പ്രാക്ടീസുകൾ ചെയ്തുകൊണ്ട് നമ്മൾക്ക് നമ്മുടെ ബോഡീനെയും മൈൻഡിനെയും നമുക്ക് നമ്മുടെ മാനിഫെസ്റ്റേഷൻസിന് നമ്മളുടെ ബോഡിയും ശരീരവും ഒരുമിച്ച് സന്നമാണ്. വി ആർ റെഡി ടു റിസീവ് ദ ചേഞ്ച്, വി ആർ റെഡി ടു റിസീവ് വാട്ട് എവർ വി ഹാവ് മാനിഫെസ്റ്റഡ്. അത് നമ്മൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ട് സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്ത് നമ്മൾ മാനിഫെസ്റ്റേഷന് വേണ്ടി ഒരുപാട് ഫോഴ്സ് ചെയ്യാതെ, നമ്മൾ സാബോട്ടേജ് ചെയ്യാതെ, നമ്മൾ അതിനെ റെസിസ്റ്റ് ചെയ്യാതെ, നമ്മൾ സുഗമമായിട്ട് നമ്മൾ മാനിഫെസ്റ്റേഷൻസ് നടക്കാൻ വേണ്ടിയിട്ട് റീപ്രോഗ്രാം ചെയ്യുക സബ് കോൺഷ്യസ് മൈൻഡ്. നമ്മളുടെ പുതിയ ഐഡൻറ്റിറ്റിയെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് നമ്മൾ മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് വളരെ സാവധാനം ഒരു ഓട്ടോ പൈലറ്റ് മോഡിൽ നമുക്ക് കാര്യങ്ങൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനും നമുക്ക് മാനിഫെസ്റ്റേഷൻസ് എളുപ്പമാകാനും പറ്റും. അപ്പോൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യാനുള്ള 3 സ്റ്റെപ്സാണിത്. നമ്മൾ എന്തൊരു കാര്യമാണോ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്നത് അത് നമ്മളുടെ ഒരു ന്യൂ ഐഡൻറ്റിറ്റി ആയിട്ട് നമ്മൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ മനസ്സിലാക്കി കൊടുക്കണം. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡും വളരെയധികം നമ്മൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസും ആളുകളെയും സാഹചര്യങ്ങളും എല്ലാം നമ്മളിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും. സോ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. താങ്ക് യു.